ഇന്ന് നമുക്ക് ഈ ഒരു സ്ഥലം വൃത്തിയാക്കി പെറുക്കിയെടുക്കാം. അപ്പം ഇന്ന് നമ്മുടെ ഒരു ക്ലീനിങ് വീഡിയോ ആണ് കേട്ടോ. ക്ലീനിങ് എന്നൊന്നും പറയാൻ പറ്റത്തില്ല, ഒന്ന് തുടച്ച് തൂത്തെടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊരു സ്റ്റഡി റൂമാണ്, ഉണ്ണിയുടെ റൂമല്ല, ബെഡ്റൂമാണ്. നമ്മൾക്കിവിടെ ഒരു സ്റ്റഡി ടേബിൾ ഇട്ടിട്ട് അതിനെ സ്റ്റഡി റൂമാക്കി മാറ്റി. അപ്പോൾ ഉണ്ണിയാണെങ്കിൽ ഇങ്ങനെ നിലത്തൊക്കെ കുത്തിയിരുന്ന് എഴുതുന്ന കാണുമ്പോൾ എനിക്ക് വിഷമം കയറിയിട്ട് ഒരു 2 വർഷം മുന്നേ, 1.5 വർഷം മുന്നേ എങ്ങാണ്ട് നമുക്കൊരു സ്റ്റഡി ടേബിൾ വേണം എന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ മേടിപ്പിച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു 3000 രൂപയും കണ്ട്, 3500 തോന്നുന്നു, അത്രയും രൂപ കൊടുത്തിട്ട് ഒരു കുഞ്ഞ് സ്റ്റഡി ടേബിൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഉണ്ണിക്ക് ഇരുന്ന് പഠിക്കാനും എഴുതാനും ഒക്കെ ആരുടെ ശല്യം ഇല്ലാതെ വേറെ സ്ഥലത്തൊന്നും പോവാതെ ഇരുന്ന് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനത് മേടിച്ചത്. പക്ഷേ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഇപ്പം ഞാൻ അവിടെ പോയി കുത്തിയിരുന്നിട്ട് എന്തെങ്കിലുമൊക്കെ എഴുതുകയും പെറുക്കുകയോ വായിക്കുകയൊക്കെ ചെയ്യേണ്ട അവസ്ഥയാണ്. അവൾക്ക് അതിനോടൊന്നും വലിയ താല്പര്യമില്ലെന്ന് തോന്നുന്നു. അവൾ കാണുന്നിടത്ത് പടിഞ്ഞ് കിടന്ന് എഴുതുന്ന സ്വഭാവമാണ് കേട്ടോ അവൾക്ക്. എന്നാലും നമ്മളത് മൊത്തം പൊടിയൊക്കെ പിടിച്ച് മൊത്തം അലങ്കോലമായിട്ട് കിടക്കുമായിരുന്നു. എന്ത് സാധനം കിട്ടിയാലും ഏത് ടേബിളാണെങ്കിലും അതിൻ്റെയൊക്കെ മുകളിൽ കൊണ്ടിടും. അപ്പോൾ അതുപോലെയാണ് കുടയും അവരുടെ ക്ലിപ്പും സാധനങ്ങളും കണി കണ്ട സാധനങ്ങളും മൊത്തം അവിടെ മാക്സിമം എത്ര ഒടിഞ്ഞു പോവാതെ ഇരിക്കാൻ പറ്റുമോ അത്രയും സാധനങ്ങൾ അവിടെ കുത്തി നിറച്ച് വെച്ചിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അതെല്ലാം ഇവർ തന്നെ ഇവരെ കൊണ്ട് ഞാൻ ചെയ്യിപ്പിക്കാറുണ്ട്. എന്തായാലും ഇന്ന് അവർ ക്ലാസ്സിൽ പോയേക്കുമായിരുന്നു. അപ്പം അവർ വരുമ്പോഴത്തേക്കും എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തിടാന്ന്. ജേസക്കുട്ടനാണെങ്കിൽ നല്ല ഉറക്കമാണ്. അപ്പം ആ സമയത്താണ് കേട്ടോ ഞാൻ ഇതിരുന്ന് ചെയ്തത്. ഞാനും കിടന്ന് ഉറങ്ങുമായിരുന്നു, ഉച്ചയുറക്കമായിരുന്നു. പിന്നെ വേഗം ചാടി എഴുന്നേറ്റൊന്ന് ക്ലീൻ ചെയ്തേക്കാമെന്ന് വിചാരിച്ചാണേ. അപ്പം ഇതാ, ഞാൻ കുറേ നാളുകളായിട്ട് ആവശ്യമില്ലാത്ത ബുക്ക് ഉണ്ടാവില്ലേ, ഇപ്പോൾ പഠിക്കാൻ ആവശ്യമില്ലാത്ത പഴയ കുറച്ച് ബുക്ക്, പിന്നെ ഫയലുകൾ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ പിള്ളേരുടെ ആവശ്യത്തിനുള്ള, അതെല്ലാം ഞാനിങ്ങനെ ഒരു ബാഗിനകത്താക്കി മാറ്റി വെച്ചേക്കാണ് കേട്ടോ. അപ്പം അവിടെ ശല്യം ആയിട്ട് വരുമോ ഇല്ല എന്ന് നമുക്ക് ഉപയോഗിക്കേണ്ടപ്പം ഉപയോഗിക്കുകയും ചെയ്യാൻ വേണ്ടി ഒരു ഷെൽഫിലേക്ക് എടുത്തിട്ട് ഒരു ബാഗിനകത്താക്കി എടുത്ത് മാറ്റി വെച്ചേക്കുക. പിന്നെ കളർ ബോക്സിനകത്തൊക്കെ പകുതി കളർ കാണാനില്ല കേട്ടോ, എവിടെ പോയെന്നൊന്നും അറിയത്തില്ല. ഇവരിത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമ്പോൾ എടുത്തുകൊണ്ട് പോകും. പിന്നെ പല ബോക്സിനകത്ത് എടുക്കും, കളിക്കാനെടുക്കും, കളർ ചെയ്യാനെടുക്കും. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തട്ടി എവിടെയെങ്കിലുമൊക്കെ വെച്ചിട്ടുണ്ടാവും. എവിടെയാണെന്നൊക്കെ ഇനി കണ്ടുപിടിക്കണം എനിക്ക്. അപ്പോൾ പകുതി സാധനങ്ങൾ കാണുന്നില്ല. കണ്ട സാധനങ്ങളൊക്കെ എടുത്ത് ഞാൻ കുത്തിപ്പറിക്കാനത് നിറച്ച് വെച്ച് അടച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ സ്റ്റഡി ടേബിൾ. അപ്പം ഈ ടേബിളിലേക്ക് വരികയാണെങ്കിൽ അടിഭാഗത്തായിട്ട് കുറേ സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. ബാഗ്, അപ്പോൾ ആ ബാഗ് ഉണ്ണി ഒന്ന് വേദപാഠത്തിന് കൊണ്ടുവന്ന, പള്ളി കൊണ്ടുവന്ന ബാഗ്, പിന്നെ അല്ലാണ്ട് പഴയ കുഞ്ഞാമിയുടെ ഒരു ബാഗ്, ഉണ്ണിയുടെ വേറൊരു ബാഗ്, ഇതൊക്കെയുണ്ട്. അപ്പോൾ നമുക്ക് കുറേ ബാഗുകൾ ആദ്യ കുർബാനയ്ക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ അപ്പുറത്ത് തൂക്കിയിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം ഈ ബാഗൊന്നും കളയാൻ പറ്റത്തില്ലല്ലോ എന്ന് വിചാരിച്ച്, അത് നല്ലതാണ് ബാഗൊക്കെ. അപ്പോൾ അവരിപ്പം പുതിയ 2 ബാഗാണ് കൊണ്ടുപോകുന്നു 2 പേരും. അപ്പം അതൊക്കെ ഞാൻ അവിടെ അങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഴുകി തുടച്ച് പെറുക്കിയൊക്കെ വെച്ചാണ്. ഞങ്ങൾ എല്ലാ വർഷവും ബാഗൊന്നും മേടിക്കത്തില്ല, പക്ഷേ എന്നാലും അത് അവിടെ അങ്ങനെ ഇരുന്നിട്ട് ഒരു പൂപ്പലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സ്റ്റഡി ടേബിളിൽ എല്ലാ സാധനങ്ങളും ഞാൻ എടുത്ത് വലിച്ച് പുറത്തേക്ക് ഇട്ടിട്ട് മൊത്തം തൂത്ത് തുടച്ചെടുക്കാമെന്ന് വെച്ചിട്ട്. നല്ല പൊടി ഉണ്ടായിരുന്നു. എവിടുന്ന് ഈ പൊടി മൊത്തം കയറി വരുന്നതെന്ന് അറിയത്തില്ല. എപ്പോൾ തുടച്ചാലും, ആഴ്ചയിൽ ഒന്ന് വെച്ച് തുടച്ചാലും പിന്നെയും നിറച്ച് പൊടിയായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന കാണാവേ. ഇതൊക്കെ എവിടുന്ന് വരുന്നതാവാം. ഞാനാണെങ്കിൽ ജനലും വാതിലും ഒന്നും അങ്ങനെ തുറന്നു പോലും ഇടത്തില്ല, എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് തുറന്നിടത്തുള്ളൂ. എന്നാലും നിറച്ച് പൊടിയായിരിക്കും കേട്ടോ. അപ്പോൾ ഞാനങ്ങനെ നമ്മുടെ അടുക്കിപ്പുറക്കലും ഒതുക്കിപ്പുറക്കലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇതൊരു ഡിക്ഷണറി ആയിരുന്നു കേട്ടോ. ഇത് ആദ്യ കുർബാനയ്ക്ക് കിട്ടിയത് നല്ലൊരു ഡിക്ഷണറിയാണ്. പക്ഷേ ഇതൊന്നും തിരിഞ്ഞാരും നോക്കുന്നത് കാണാറില്ല. ഞാൻ ഇടയ്ക്കെടുത്ത് ഇങ്ങനെ നോക്കും, എന്തിനാണെന്നറിയത്തില്ല, ചുമ്മാ ഇങ്ങനെ നോക്കിയിട്ട് അവിടെ തന്നെ തിരിച്ച് വെക്കും. അപ്പോൾ അങ്ങനെ കുറേ ബുക്കുകളൊക്കെ ബാഗിനകത്തിട്ട് അവർക്ക് ആവശ്യമുള്ളത് അവർ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് റഫ് നോട്ടുകൾ, പിന്നെ എസക്കിയലിന് കൊടുക്കാൻ വേണ്ടി, ഇവർ പഠിക്കുമ്പോൾ അവനും കുറച്ച് ബുക്കും പേനയൊക്കെ വേണം. അപ്പോൾ അല്ലെങ്കിൽ അവരുടെ ബുക്കെല്ലാം വലിച്ച് പറിച്ച് കീറിയെടുക്കും. അപ്പോൾ അത് കാരണം അവന് കൊടുക്കാനുള്ള കുറച്ച് ബുക്കൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ കുറേ വേസ്റ്റ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എഴുതിയ ഡയറിയും കുറേ പേപ്പർ കഷ്ണങ്ങളും അതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് ബുക്കൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇനി ഓണം കഴിയുമ്പോഴത്തേക്കും കുറച്ച് ബുക്കിനൊക്കെ ആവശ്യം വരും. ഫസ്റ്റ് ടൈം കഴിയുമ്പോഴത്തേക്കും കുറച്ച് ബുക്കൊക്കെ തീരും. അപ്പോൾ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ബുക്കൊക്കെ അവിടെ തന്നെ വെച്ചിട്ടുണ്ട്. പിന്നെ ഡ്രോയിങ്ങിൻ്റെ ബുക്ക്, ഇതൊക്കെ ഫുള്ളായതാണ് ചെയ്തിട്ട്. ഇതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അപ്പം തന്നെ അവർ ഡ്രോയിങ് ചെയ്ത് ഫുള്ള് തീർത്ത് അവിടെ വെക്കും കേട്ടോ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്ന പരിപാടിയൊന്നുമില്ല, എല്ലാം അപ്പം തന്നെ അങ്ങ് തീർത്തേക്കുക, അങ്ങനെയൊക്കെയാണ്. പിന്നെ ഞാൻ കുറച്ച് ആവശ്യമുള്ള ബുക്കുകൾ മാത്രം അവിടെ അടുക്കി പെറുക്കി വെച്ച്, ബാക്കിയുള്ളതെല്ലാം ഞാൻ കത്തിക്കാൻ വേണ്ടിയിട്ടും അല്ലെ പിന്നെ അപ്പുറത്ത് കൊണ്ടിടാൻ വേണ്ടിയിട്ടൊക്കെ ഞാൻ പെറുക്കിയെടുത്തു. പിന്നെ ഇതുപോലെ കുറച്ച് സാധനങ്ങളൊക്കെ അവർ കളിക്കുന്ന സാധനങ്ങൾ ഇങ്ങനെ പെറുക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ തപ്പിക്കഴിഞ്ഞപ്പോഴത്തേക്കും അതൊക്കെ നിറച്ച് പൊടി, മാലയുടെ മുത്ത്, കണ്ണി കണ്ട സാധനങ്ങൾ മൊത്തമായിരുന്നേ. അപ്പോൾ നമ്മൾ കാണാതെ പോയ കുറേ ജംഗം വസ്തുക്കളൊക്കെ ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. സ്കെച്ചിൻ്റെ കാര്യമൊക്കെ പറഞ്ഞത്, ഈ സ്കെച്ചൊക്കെ ആ ബോക്സിനകത്ത് ഉണ്ടായിരുന്നായിരുന്നു. അതൊക്കെ ഇവിടെ കൊണ്ട് എന്തോ ആവശ്യത്തിന് എടുത്തിട്ട് കളിച്ചിട്ട് വേറൊരു ബോക്സിനകത്തിട്ട് അടച്ച് വെച്ചേക്കായിരുന്നു കേട്ടോ.
അപ്പം അതൊക്കെ ഞാൻ തപ്പിയെടുത്ത് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ കണ്ടോ നിറച്ച് പൊടിയാണ്. അതൊക്കെ നമുക്ക് തൂത്ത് തുടയ്ക്കാം. ഇത് ഉണ്ണി ചെയ്യാറുണ്ട് കേട്ടോ. ഉണ്ണിക്കും കുഞ്ഞാമ്മയ്ക്ക് ഇഷ്ടം ഇങ്ങനെ തൂക്കുന്നതും തുടയ്ക്കുന്നതൊക്കെ അവർക്ക് ഇഷ്ടം. അവരെക്കൊണ്ട് ഞാൻ ചെയ്യിപ്പിക്കാറുണ്ട്. എന്തായാലും അവരില്ലാത്ത സ്ഥിതിക്ക് ഞാൻ ചെയ്തേക്കാമെന്ന് വിചാരിച്ച് ഞാൻ ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഇതൊക്കെ പിള്ളേരുടെ ഡ്യൂട്ടിയായി പിള്ളേർ തന്നെ ചെയ്യണം. അവരെക്കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത് കേട്ടോ. പിന്നെ ഞാനങ്ങ് ചെയ്തു എന്ന് മാത്രം. പിന്നെ ഇത് ഇവിടെ എന്തൊക്കെയോ ഒട്ടിച്ച് പെറുക്കി വെച്ചിട്ടുണ്ട്. ഞാനത് പറിക്കാൻ പോവുകയും ചെയ്തു. പക്ഷേ അത് പറിച്ചിട്ട് മൊത്തം കിട്ടിയില്ല. മൊത്തത്തിൽ ഇപ്പോൾ ഒരു പാണ്ട് വന്ന പോലെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇനി അവിടെ എന്തെങ്കിലും വേറെ സ്റ്റിക്കർ എന്തെങ്കിലും ഒട്ടിച്ചു. ഇങ്ങനെ സ്റ്റിക്കറൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അവരെ എവിടെന്നെങ്കിലുമൊക്കെ സ്റ്റിക്കർ പെറുക്കിക്കൊണ്ട് വന്നിട്ട് അവിടെ ഇവിടെയൊക്കെ ഒട്ടിച്ച് വെക്കും കേട്ടോ. അങ്ങനത്തെ സ്വഭാവമൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ ഇവിടുത്തെ പൊടിയെല്ലാം തട്ടിക്കളഞ്ഞിട്ട് അതൊക്കെ അവിടെ തന്നെ തിരിച്ച് വെച്ചേക്കാന്ന് വിചാരിച്ചു. ഇതൊക്കെ പൈസയാണ്, കളിക്കാൻ വേണ്ടിയിട്ട് അവർ ഉപയോഗിക്കുന്നതാണ്. ഇപ്പോൾ കുറേ പൈസ ഉണ്ടായിരുന്നു, പകുതി പൈസ ഇവിടെ കാണാനില്ല, ഇത്രേ കിട്ടിയുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ അവിടെ തന്നെ വെച്ച് പിന്നെ കളറും സാധനങ്ങളും ഒക്കെ ഞാൻ അവിടെ തന്നെ അടുക്കിപ്പെറുക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇവർ വന്ന് നോക്കുമ്പോൾ കാണാതെ പോകാൻ പാടില്ലല്ലോ. പിന്നെ അതെവിടെ പോയി ഇതെവിടെ പോയി നോക്കും. ഞാൻ തപ്പിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടുക്കി വെക്കുമ്പം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറുന്ന കാരണം പിന്നെ അവർക്കത് ബുദ്ധിമുട്ടായി പോകും. എവിടെയാണ് വെച്ചതെന്ന് അവർക്കൊരിതുണ്ടാവില്ല കേട്ടോ. കുറേ സാധനങ്ങൾ മിസ്സിങ് ആയിരിക്കും. അപ്പോൾ പിന്നെ ഇങ്ങനെ ഞാനൊന്ന് തപ്പിപ്പറിക്കാൻ മാത്രമേ കാണുള്ളൂ. അവരൊന്നും കാണുന്നില്ലെന്ന് പറയും. പിന്നെ ഞാനൊരു ദിവസം ഇങ്ങനെ തപ്പി ക്ലീൻ ചെയ്യുമ്പോഴാണ് കാണാതെ പോയ സാധനങ്ങളൊക്കെ എൻ്റെ കയ്യിൽ കിട്ടുന്നത് കേട്ടോ. അങ്ങനെയൊക്കെയാണ് ഇവരുടെ കാര്യങ്ങൾ. അപ്പോൾ ഇതാ ഞാൻ എല്ലാ ബുക്കൊക്കെ അടുക്കിപ്പറക്കി വെച്ചോണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ എക്സിക്യൂട്ടീവ് എഴുന്നേൽക്കുന്നുണ്ട്, ഞാൻ അവൻ്റെ അടുത്ത് പോകുന്നുണ്ട്, പിന്നെ ഞാൻ ഫുഡ് കഴിക്കുന്നുണ്ട്. ഇതൊക്കെ അതിൻ്റെ ഇടയിൽ കൂടെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ ഉപയോഗിക്കേണ്ട സാധനം കുറച്ച് സാധനങ്ങൾ മാത്രമേ ഈ ടേബിളിൽ വെക്കുന്നുള്ളൂ. ബാക്കിയൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ചുമ്മാ എവിടെ ഇട്ടിട്ടുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിയിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല, പകുതി കാണാതെ പോകത്തുള്ളൂ. അപ്പോൾ ഞാനെല്ലാം എടുത്ത് അങ്ങ് മാറ്റിപ്പറക്കി വെക്കും. പിന്നെ ഇതാ നമ്മുടെ അപ്പോൾ സ്റ്റഡി ടേബിൾ ക്ലീൻ ചെയ്യലൊക്കെ നമ്മുടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഞാനതാ അങ്ങനെ കർട്ടനൊക്കെ അങ്ങ് അടച്ച്, കർട്ടനിട്ട് തുറന്നിട്ടാൽ മാത്രമേ നമുക്കിവിടെ വെട്ടം കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാനതൊന്ന് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ഞാനതങ്ങ് തുറന്നിട്ടതായിരുന്നു. ഇപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് എനിക്ക് പേടിയാണ് ജനലൊക്കെ തുറന്നിടാൻ, വല്ല ജന്തുക്കളും കയറി വരുമെന്ന് വിചാരിച്ചു. പിന്നെ അതൊന്നും ഇപ്പോൾ അങ്ങനെ തുറക്കാറില്ല, വല്ലപ്പോഴൊക്കെ തുറക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ സാധനങ്ങളെല്ലാം അടുക്കിപ്പറക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ടേബിൾ ലാമ്പാണ്. ഇതും ആദ്യ കുർബാനയ്ക്ക് ഗിഫ്റ്റ് കിട്ടിയതായിരുന്നു. അപ്പോൾ ആ ലാമ്പ് എവിടെയെങ്കിലും കത്തിച്ച് വെക്കാം എന്ന് വിചാരിച്ചു. അതിൻ്റെ ഇടയിൽ ഞാൻ കുത്തി കയറ്റി കഴിഞ്ഞപ്പോൾ അതുണ്ടല്ലോ അതങ്ങ് നന്നായി വളച്ച കാരണം തോന്നുന്നു ആ ലൈറ്റിനൊരു മങ്ങൽ വന്നു കേട്ടോ. ഇനി അതിനെന്തെങ്കിലും അതിൻ്റെ വയറൊക്കെ എന്തെങ്കിലും പറ്റിയതാണോ എന്ന് എനിക്കറിയാൻ പാടില്ല. അത് ചാർജ് തീർന്നു പോയതാണെന്ന് അറിയത്തില്ല. എന്തോ ഒരു കുഴപ്പം വന്നു, നന്നായിട്ട് അങ്ങ് ലൈറ്റ് കത്തുന്നില്ലായിരുന്നു. ഇനി എന്നെ കുറ്റം പറയല്ലോ ദൈവമേ, ഞാൻ ക്ലീൻ ചെയ്തിട്ട് നശിപ്പിച്ചാന്ന് പറയല്ലോ ദൈവമേ എന്നൊക്കെ ഞാനിങ്ങനെ വിചാരിച്ചു. എന്നിട്ട് ഞാൻ അതൊക്കെ അവിടെ തന്നെ അടുക്കി പെറുക്കി അങ്ങ് വെച്ചു കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സ്റ്റഡി ടേബിൾ വൃത്തിയാക്കൽ കേട്ടോ. അപ്പോൾ എനിക്കിഷ്ടം ഇങ്ങനെ വൃത്തിയായി പെറുക്കി അടുങ്ങി ഒതുങ്ങിയൊക്കെ ഇരിക്കുന്നത് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എനിക്കൊരു പ്രശ്നമുണ്ട്, ഞാൻ വൃത്തിയാക്കി വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ അത് അതുപോലെ അവിടെ ഇരിക്കണം, ഒരു മുട്ട് സൂചി പോലും അനങ്ങാൻ പാടില്ല. അതിന് കഴിഞ്ഞ് എനിക്ക് ഇഷ്ടമില്ല, ഞാൻ കച്ചറ ഉണ്ടാക്കും കേട്ടോ. അതുകൊണ്ട് പിന്നെ ഞാൻ വിചാരിക്കും വൃത്തിയാക്കണ്ട, അവിടെ ഇരിക്കട്ടെ, ഇവളുമാരെല്ലാം വലുതായിട്ട് നമുക്ക് അടുക്കി പെറുക്കി വെക്കാം, അതൊക്കെ ഞാൻ ചിലപ്പോൾ ഇങ്ങനെ വിചാരിക്കാറുണ്ട് കേട്ടോ. എന്നാലും ഇങ്ങനെ എപ്പോഴും അടുങ്ങി ഇങ്ങനെ പെറുക്കി ഇരുന്നിട്ടുണ്ടെങ്കിൽ എന്ത് ജീവിതമല്ലേ, അപ്പോഴും ഞാൻ അങ്ങനെ വിചാരിക്കും. അപ്പം അങ്ങനെ ഞാൻ ഓരോ രീതിയിലായിരിക്കും ഓരോ ദിവസവും ചിന്തിക്കുന്നത് കേട്ടോ. അങ്ങനെ ഏതായാലും നമ്മുടെ അടുക്കിപ്പെറുക്കലൊക്കെ കഴിഞ്ഞു. ഞാനങ്ങനെ റെസ്റ്റ് എടുക്കാൻ വേണ്ടി പോകാനാട്ടോ. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ സ്റ്റഡി ടേബിൾ ക്ലീനിങ് കേട്ടോ.